ജൂലൈ 22-ന് ആരംഭിക്കുന്ന കൻവാർ യാത്രയ്ക്ക് മുൻപ് ഉത്തർപ്രദേശ് മുസഫർ നഗറിലെ ഭക്ഷണ പഴക്കടകൾക്ക് വലിയ മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. കടയുടമകൾ അവരുടെ പേരുകൾ വലിയ അക്ഷരങ്ങളിൽ എഴുതി കടയുടെ മുൻവശത്ത് തൂക്കിയിട്ടിരിക്കുന്നു. കൻവാർ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ കടയുടമകളോടും അവരുടെ പേരുകളും ജീവനക്കാരുടെ പേരുകളും എഴുതി പ്രദർശിപ്പിക്കാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു. കൻവാർ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർക്ക് ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കാനാണ് ഈ നടപടിയെന്നാണ് യോഗി സർക്കാരിൻ്റെ വാദം. മുസാഫർ നഗറിൽ എത്തിയാൽ രാജ്യത്ത് ഒരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള ചില കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്തെ മുഴുവൻ നാണക്കേടിൽ നിർത്തുന്ന കാഴ്ചകൾ. മാമ്പഴം വിൽക്കുന്ന ആരിഫ്, പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന നിസാർ എന്നിങ്ങനെ വാഹനങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. കൻവാർ യാത്ര മുസാഫർ നഗറിൽ 240 കിലോമീറ്ററാണ് സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥയാത്രയിൽ ഈ ജില്ല വളരെ പ്രധാനമാണ്. യോഗി സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് പിന്നാലെ മുസാഫർ നഗറിലെ സ്ഥാപനങ്ങളുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട്. ബാബു ദാബ എന്ന പേര് ബാബു ഖാൻ ദാബ എന്നാക്കി മാറ്റിയത് ഇവിടെ കാണാം. ഇതോടൊപ്പം തന്നെ അതിൻ്റെ ഉടമ ബാബു ഖാൻ്റെ പേരും ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ബാബു ഖാൻ ദാബയുടെ ഉടമ ഒരു മുസ്ലിമാണെന്ന് മനസ്സിലായല്ലോ. അതേസമയം ഈ സ്ഥാപനത്തിലെ മാനേജർ ഒരു ഹിന്ദു ജീവനക്കാരനാണ്. യോഗി സർക്കാരിൻ്റെ തലതിരിഞ്ഞ ഇത്തരം നടപടികൾ മൂലം അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ കൂടിയാണ്. മുസാഫർ നഗറിലെ ഖത്തൗലിൽ സ്ഥിതി ചെയ്യുന്ന ബാബു ഖാൻ ദാബയുടെ നടത്തിപ്പ് കൈകാര്യം ചെയ്യുന്നത് ആകാശ് ശർമ്മ എന്ന ഹിന്ദുവാണ്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരെല്ലാം ഹിന്ദുവാണെന്ന് ആകാശ് ശർമ്മ ദേശീയ മാധ്യമമായ ആജ് തക്കിനോട് പറഞ്ഞു. ബാബു ഖാൻ്റേതാണ് ദാബ. ബാബുജി ദാബ എന്നായിരുന്നു പേര്. ആധാർ കാർഡിൽ അദ്ദേഹത്തിൻ്റെ പേര് ബാബു മാത്രമാണ്. എന്നാൽ ബോർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ബാബു എന്നതിനൊപ്പം ഖാൻ എന്ന് എഴുതാൻ പോലീസ് നിർബന്ധിക്കുകയായിരുന്നു എന്നും അവർ പറയുന്നു. ആദ്യം UP പോലീസ് ദാബയുടെ പേരിൽ നിന്ന് ജി നീക്കം ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിച്ചു. തുടർന്ന് ബോർഡിൽ ബാബു ഖാൻ ദാബ എന്നെഴുതാൻ ഞങ്ങളെ നിർബന്ധിപ്പിച്ചുവെന്ന് ആകാശ് പറഞ്ഞു. ഇതൊരു ശുദ്ധ വെജിറ്റേറിയൻ ദാബയാണ്. എന്നാൽ ഇപ്പോൾ ദാബയിൽ ഖാൻ എന്ന പേരുള്ളത് കൊണ്ട് വാഹനങ്ങൾ നിർത്തുന്നില്ല. ഞങ്ങൾ ഹിന്ദുക്കളാണ്. എന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരംഭിച്ചാൽ ഞങ്ങൾ ഹിന്ദുക്കൾ പോലും സുരക്ഷിതരായിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, ആകാശ് ചൂണ്ടിക്കാട്ടുന്നു. തീർത്ഥാടന യാത്ര നടക്കുന്ന കൻവാർ റൂട്ടിൽ മതപരമായ വിശുദ്ധി നിലനിർത്താൻ എല്ലാ കടകളും കടയുടമയുടെ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തേണ്ടി വരുമെന്നാണ് യോഗി സർക്കാരിൻ്റെ വാദം. യോഗിയുടെ ഈ തലതിരിഞ്ഞ തീരുമാനത്തിനെതിരെ രാജ്യം മുഴുവൻ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. മോദി സർക്കാരിലെ കൂട്ടുകക്ഷികളായ JDUവും LJPയും RLDയും ഈ തീരുമാനത്തിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൻവാർ യാത്ര ബീഹാറിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. എന്നാൽ അവിടെ അങ്ങനെ ഒരു ഉത്തരവില്ലെന്ന് JDU ജനറൽ സെക്രട്ടറി KC ത്യാഗി പറഞ്ഞു. അതേസമയം രാഷ്ട്രീയത്തിൽ മതവും ജാതിയും പാടില്ലെന്ന് RLD ജനറൽ സെക്രട്ടറി ത്രിലോക് ത്യാഗി പറഞ്ഞു. ഇത് ഉചിതമല്ല. കടകൾക്ക് പുറത്ത് പേരിടുന്ന പാരമ്പര്യം തെറ്റാണ്. മറുവശത്ത് കടകളുടെയും കടയുടമകളുടെയും പേരുകൾ വെളിപ്പെടുത്താനുള്ള മുസാഫർ നഗർ പോലീസിൻ്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രിയും BJP സഖ്യകക്ഷിയുമായ ചിരാഗ് പാസ്വാൻ പറഞ്ഞു. അതിനിടെ മതത്തിൻ്റെ പേരിൽ സ്ഥാപനങ്ങളുടെ പേരുകൾ മാറ്റുക മാത്രമല്ല, മുസ്ലിം ജീവനക്കാരെയും നീക്കം ചെയ്യുന്നതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇതുവരെ ലവേഴ്സ് ടീ പോയിൻ്റ് ആയിരുന്ന കട ഇപ്പോൾ വക്കീൽ അഹമ്മദ് ടീ സ്റ്റാളായി മാറി. കടയുടമ ഏത് മതത്തിൽപ്പെട്ടയാളാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നില്ല എന്നതായിരുന്നു വ്യത്യാസം. ഇപ്പോൾ ഇത് മുസ്ലിം കടയുടമയുടെ ചായക്കടയാണെന്ന് വ്യക്തമായി. അതേസമയം ശീതൾ ഗ്രാൻഡിൻ്റെ പേര് മാറ്റിയിട്ടില്ലെങ്കിലും ഇപ്പോൾ പുറത്ത് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഉടമ ഷാരിഖ് റാണയാണെന്ന്. മുസാഫർ നഗറിലെ മാമ്പഴ വിൽപ്പനക്കാർ ഇത് നിസാറിൻ്റെ സ്റ്റാളാണെന്നും പുറത്ത് പോസ്റ്ററിൽ ഷാ ആലമിൻ്റെ ചായക്കടയാണെന്നും എഴുതിയിട്ടുണ്ട്. പ്രൊപ്പറേറ്റർ മുഹമ്മദ് ഡാനിഷിൻ്റെ ബൈറ്റക് കഫേ, ചൗധരി ഇർഫാൻ്റെ ചൗധരി ഹോട്ടൽ, യൂനിസ് ടീ സ്റ്റാൾ, മുഹമ്മദ് ഡാനിഷിൻ്റെ ജ്യൂസ് കോർണർ എന്നിങ്ങനെയുള്ള പല കാഴ്ചകളും മുസാഫർ നഗറിൽ കാണാൻ കഴിയും. മുസാഫർ നഗറിലെ സംഗം പ്യുവർ റെസ്റ്റോറൻറ്റിന് അതിൻ്റെ പേര് സലീം പ്യുവർ റെസ്റ്റോറൻറ്റ് എന്ന് മാറ്റേണ്ടി വന്നു. കാരണം സംഗം പ്യുവർ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ മുഹമ്മദ് സലീം ആയിരുന്നു. അതേസമയം കടകളുടെ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്താൻ ഉത്തരവിട്ടത് ഉത്തർപ്രദേശിൽ മാത്രമല്ല, രാജ്യമൊട്ടാകെ ഈ രീതി ബാധിച്ചു കഴിഞ്ഞു എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ജൂലൈ 22 മുതൽ ആരംഭിക്കുന്ന സാവൺ മാസത്തിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് കൻവാർ തീർത്ഥാടന യാത്രയുടെ ഭാഗമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ സ്വീകരിച്ച അതേ നടപടികൾ ഉത്തരാഖണ്ഡിലും നടപ്പാക്കിയിട്ടുണ്ട്. വെസ്റ്റേൺ UPയിലെ പോലെ ഹരിദ്വാറിലും ഇനി കട സലീമിൻ്റെതാണോ സൗരഭിൻ്റെതാണോ എന്ന് കടകൾക്ക് പുറത്ത് എഴുതി വയ്ക്കേണ്ടി വരും എന്ന് സാരം. അതേസമയം കടകൾക്ക് മുന്നിൽ കട ഉടമയുടെയും ജീവനക്കാരുടെയും പേരുകൾ എഴുതി വയ്ക്കുന്നത് മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന മുസ്ലിം ജീവനക്കാരെ പുറത്താക്കുകയാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമമായ ആജ് തക് ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ദാബയുടെ ബോർഡിൽ ശിവ പഞ്ചാബി ടൂറിസ്റ്റ് ദാബ എന്നാണ് എഴുതിയിരിക്കുന്നത്.
താഴെ ഉടമസ്ഥൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. ഉടമയുടെ പേര് വിശ്വജിത് ചൗധരി. അതായത് കടയുടെ പേരും ഹിന്ദുവാണ്, ഉടമയും ഹിന്ദുവാണ്. എന്നാൽ ഇവിടെ മാനേജരും ഒരു ജീവനക്കാരനും മുസ്ലിമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവരെ അവധിയിൽ അയച്ചിരിക്കുകയാണ് എന്ന് ആദ്യതക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഹിന്ദു ജീവനക്കാർ മാത്രമാണ് ശിവ പഞ്ചാബി ടൂറിസ്റ്റ് ധാബയിൽ ജോലി ചെയ്യുന്നത് എന്ന് തെളിയിക്കാൻ എല്ലാ ജീവനക്കാരുടെയും ആധാർ കാർഡിൻ്റെ പകർപ്പ് ധാബയിൽ ഒട്ടിച്ചിട്ടുമുണ്ട്. മുസാഫർ നഗറിൽ തന്നെ സാക്ഷി ടൂറിസ്റ്റ് ധാബയുണ്ട്. ഡൽഹി ഡെറാഡൂൺ ഹൈവേയിലെ ഈ ധാബയിൽ നിന്ന് 4 മുസ്ലിം ജീവനക്കാരെ നീക്കം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ക്രമസമാധാന പാലനത്തിനായാണ് നിയമം ഉണ്ടാക്കിയതെന്നാണ് യോഗി സർക്കാർ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഒരു നാടിനെ വിഭജിച്ച് രണ്ടാക്കുക എന്ന ദൗത്യം യോഗി നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ വരെ ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടെ ദേശീയതലത്തിലായിരുന്നു ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇത്തവണ വല്ലവൻ്റെയും കാലും കൈയും പിടിച്ച് ഭരണം നടത്തുന്നതിനാൽ കേന്ദ്രത്തിലത് പറ്റില്ല. അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശ് തന്നെ നശിപ്പിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഈ കൂട്ടർ. ഒരു ജനതയെ മതവും ജാതിയും പറഞ്ഞ് രണ്ടാക്കി നാട് നശിപ്പിക്കുക എന്നുള്ളതാണ് സംഘികളുടെ സ്വാഭാവിക രീതി. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ പരാജയമൊന്നും മറക്കുകയും വേണം. അതിനെല്ലാമുള്ള മികച്ച വഴിയാണ് വർഗീയത പറച്ചിലെന്ന് മറ്റാരെക്കാളും നന്നായി ചിലർക്ക് അറിയുകയും ചെയ്യാം.